അപ്പോൾ വണക്കം മക്കളെ. അപ്പോൾ ഞാനും സോനും ഷാലും കൂടെ ചായ കുടിക്കാൻ പോകലാറും. വണ്ടി എടുത്തപ്പോൾ മിന്നി വിട്ട്. ഞങ്ങളവിടെ ഫേമസ് ആയ ചായപ്പീടിയ ഉണ്ട്. അതാണ് നമ്മളെ സ്വന്തം താടിക്കാരൻ്റെ ചായപ്പീടിയ, സുന്ദരേട്ടൻ്റെ ചായപ്പീടിയ. ഞങ്ങളവിടെ എത്തിയപ്പോഴോ സുന്ദരേട്ടൻ കടി ഉണ്ടാക്കുന്ന തിരക്കില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളുടെ അടുത്ത് കഴിക്കാൻ തുടങ്ങി. സോനാണെങ്കിൽ പയമ്പൊരി കൈ നിൽക്കണോ നോക്കാൻ വേണ്ടി പെട്ടെന്ന് ഉള്ളിൽ പോയി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു 3 ചായ വേണം പറഞ്ഞു. ഏതായാലും സുന്ദരേട്ടൻ മിന്നി നമുക്ക് ഏതായാലും 3 ചായ തന്നു. ചായ പറഞ്ഞ ഉന്മേഷം കണ്ടറിയില്ല, ചായ ദമ്മാണ്. പിന്നെ ഇവിടുത്തെ പയമ്പൊരി ഉണ്ട്. പയമ്പൊരി പറഞ്ഞാൽ അജ്ജാതി പയമ്പൊരി, അടിപൊളി പയമ്പൊരി കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഏതായാലും ചായ കിട്ടിയ തമ്മിലാണ് ഞാൻ പോകുന്നത്. ഏതായാലും കുട്ടികൾക്ക് ചായ കൊടുത്തു. നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നമ്മൾ കരുതിയ ആളല്ലോ സുന്ദരേട്ടൻ. കണ്ടോളി. ഇവിടെ ചമ്മന്തി ഉണ്ട്, അത് മുട്ടി കൂട്ടി അടിക്കാൻ അടിപൊളിയാ. ഇവിടുത്തെ മസ്റ്റ് ട്രൈ ആട്ടോ. ഏതായാലും ആ പവറിൽ ഞാൻ സോനുവിന് മുട്ട അങ്ങോട്ട് കൊടുത്തു. ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. ഞാൻ കാണിച്ചതുപോലെ ഒന്നുകൂടെ കാണിക്കൂ. സുന്ദരേട്ടൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കാണുക. ഞങ്ങൾ 3 ആളും മിന്നി വിട്ടു. പിന്നെ ഇനിയും സന്ദീപം വരെ വണക്കം. ബൈ ബൈ.